ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായ പൂ പോലത്തെ അപ്പം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല തേങ്ങാപ്പാലിൻ്റെ മണമുള്ളതുമായ അപ്പം നമുക്കുണ്ടാക്കാൻ പറ്റും. സാധാരണ ചില ഈസ്റ്റെല്ലാം ചേർക്കുമ്പോൾ ഒരു ഈസ്റ്റിൻ്റെ സ്മെല്ല് വരാറുണ്ട്. ഇതിലിപ്പം അങ്ങനെ ഈസ്റ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പിൽ നല്ല പച്ചരിയാണ്. ഇത് റേഷനിൽ കിട്ടുന്ന പച്ചരിയാണ്. ഇത് നന്നായി കഴുകി ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. സോക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇതൊരു 3-4 വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് സോക്ക് ചെയ്യാൻ വെക്കേണ്ടത്. 4 മണിക്കൂറിന് ശേഷം ഇത് നന്നായി കുതിർന്നിട്ടുണ്ട് അരി. ഇനി നമുക്ക് മാവ് അരക്കാം. നമുക്ക് മാവ് അരക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഇത് തേങ്ങ വെള്ളമാണ്. ഞാൻ ഇതിനെ അരക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ എടുക്കുമ്പം എടുത്തു വെച്ച തേങ്ങ വെള്ളം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. ഇത് ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ പകുതി മെഷർമെൻറ്റിലാണ് ഈ അവലെടുക്കേണ്ടത്. 3 കപ്പ് എടുത്തതുകൊണ്ട് ഞാൻ 1.5 കപ്പ് സെയിം കപ്പ് തന്നെ എടുക്കണം. അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ള അവലും എടുത്തു. പിന്നെ ഇത് തേങ്ങ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം സൈസ് തേങ്ങയായിരുന്നു, അതിൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് അരക്കാം. ഞാൻ അതിലേക്ക് ആദ്യം അരി എടുത്തു. പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ആവശ്യമില്ല. ഈ അരി കുതിർത്ത വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ, അത് തന്നെ എടുത്തിട്ടാണ് ഞാൻ അരക്കാൻ യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് അവിലും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. അങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ ചെറിയ ജാറായിരുന്നു എടുത്തത്, അതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് അരക്കേണ്ടി വന്നത്. വലിയ ജാറാണെങ്കിൽ ഒരു 2 ടൈംസ് മതിയാകും. ഇതിൻ്റെ മാവ് എന്ന് വെച്ചാൽ നന്നായിട്ട് അരയണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അരച്ചെടുത്താലേ അപ്പം നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ മാവും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളമില്ലേ, അത് ആഡ് ചെയ്തു. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ മാവ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. നമ്മുടെ മാവ് ഇപ്പോൾ ശരിയായിട്ടുണ്ടാവും. 8 മണിക്കൂറെല്ലാം കഴിഞ്ഞു. നമുക്കിനി മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്.
ഞാൻ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫുൾ മാവിലേക്ക് ഇപ്പം തന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മാവിലേക്ക് മാത്രം ഉപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ എല്ലാ മാവിലും ഉപ്പിട്ട് ഭയങ്കരമായിട്ട് പുളിച്ച് പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാനിപ്പോൾ ഈ മാവാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പം എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. നല്ല സോഫ്റ്റായ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ടും സെയിം അതേപോലെ തന്നെ നല്ല സോഫ്റ്റായ അപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അപ്പമെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായതും അരികെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായിട്ടുള്ള നല്ല അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല എഗ് റോസ്റ്റിൻ്റെ കൂടെയും കടലക്കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും. നിങ്ങളും ഇതേപോലെ തന്നെ മാവ് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയൂ എൻ്റെ അടുത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത് വേറെ ഒരു വീഡിയോയുമായി കാണാം. ബൈ.